ദൈവത്തെയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും തിരിച്ചറിയുന്നതിന് മനുഷ്യനേക്കാൾ കൂടുതൽ കഴിവ് ഭൂതങ്ങൾക്കാണ്. പിശാചുക്കൾ വളരെ വേഗത്തിൽ ദൈവ സാന്നിധ്യം തിരിച്ചറിയും. ദൈവമുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യബോധം മനുഷ്യനേക്കാൾ കൂടുതൽ പിശാചുക്കൾക്കാണ്. പിശാചുകൾ 100% പിശാചുക്കളും ഭൂതങ്ങളും അതിൻ്റെ പിരിവനകളും അതിൻ്റെ ദുരാത്മാക്കളൊക്കെയും ദൈവമുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്നാൽ മനുഷ്യരിൽ കുറച്ച് ഭാഗം ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നു. അവരെ ദൈവം വിളിക്കുന്നത് മൂഢൻ എന്നാണ്. എന്നിരുന്നാലും ശരി, ആ മൂഢത്വത്തെ അംഗീകരിക്കുവാനും പിന്തുടരുവാനും പിന്നെയും തലമുറയായി അനേക നിരീശ്വരവാദികളും ലോകത്തിൽ മനുഷ്യരുടെ ഇടയിൽ ഉണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. തിരുവചനത്തെ ധ്യാനിപ്പാൻ ദൈവം നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമം കൂടെ ദാനമായി തന്ന ദൈവത്തിൻ്റെ മഹാസ്നേഹത്തെയും വിശ്വസ്തതയെയും ഓർത്ത് ഈ പ്രഭാതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മൾ കന്നുകാലികളെ വളർത്തുമ്പോൾ ആ കന്നുകാലികൾ അവരുടെ യജമാനനെ നന്നായിട്ട് തിരിച്ചറിയുന്നു. യജമാനൻ്റെ സാന്നിധ്യവും യജമാനൻ അവർക്ക് വേണ്ടി വരുന്നത് ആ കന്നുകാലികൾ പെട്ടെന്ന് തിരിച്ചറിയും. അവരുടെ സ്മെല്ല് അവർക്ക് കിട്ടിയാൽ അതെൻ്റെ യജമാനനാണ് ദൂരെ നിന്ന് വരുന്നതെന്ന് അവർക്ക് നന്നായിട്ടറിയാം. ആ കന്നുകാലികൾ നമ്മുടെ തൊഴുത്തിലേക്കല്ലാതെ അയൽവക്കത്തെ തൊഴുത്തുകളിൽ സമൃദ്ധിയായ പുല്ലും ആഹാരവും ഒക്കെ കിട്ടുമെങ്കിലും അയൽവക്കത്ത് പോകാറില്ല. അതിൻ്റെ യജമാനൻ്റെ തൊഴുത്തിൽ മാത്രമേ വരികയുള്ളൂ. നമ്മുടെ വീട്ടിൽ വളർത്തുന്നതായ നായ്ക്കുട്ടികൾ നാം വളരെ ദൂരത്തിൽ യാത്ര ചെയ്തിട്ട് തിരിച്ചു വരുന്നതിന് കിലോമീറ്ററുകൾ അകലെ വെച്ച് തന്നെ ആ നായ്ക്കുട്ടികൾ അവരുടെ യജമാനൻ്റെ വരവിൻ്റെ സാന്നിധ്യത്തെ നന്നായിട്ട് തിരിച്ചറിയും. ഒരു പാമ്പ് അത് അടുത്ത് വരുമ്പോൾ മാത്രമേ അത് പാമ്പാണെന്ന് നമുക്ക് തിരിച്ചറിയൂ. അത് ഏത് തരത്തിലുള്ള പാമ്പാണെന്ന് തിരിച്ചറിയുവാൻ പിന്നെയും അടുത്ത് അതിനെ കാണേണ്ട ഒരു ആവശ്യം മനുഷ്യനുണ്ട്. എന്നാൽ ഒരു പാമ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദൂരത്തുനിന്ന് തന്നെ മനുഷ്യൻ്റെ സാന്നിധ്യം അവർ ചില ചലനങ്ങളിൽ കൂടെയും ചില ഗന്ധങ്ങളിൽ കൂടെയും അവർ തിരിച്ചറിയുന്നു. അതിൻ്റെ നാക്കിൽ അതിന് പ്രത്യേകമായ ചില കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. ഈ മണ്ണിലും ഭൂമിയിലുമുള്ളതായ ചലനങ്ങളും ഓരോരോ വസ്തുക്കളുടെ ആ നടപ്പും എല്ലാം അതിന് നന്നായിട്ട് അറിയാം. അതിന് ഉപദ്രവകാരികളായി വരുന്നതായ മനുഷ്യരുടെ ചലനങ്ങളുടെ വേഗത ആ പാമ്പ് നന്നായിട്ട് തിരിച്ചറിയും. അതിന് എത്ര താളമാണ് അതിനുള്ളതെന്ന് അതിന് നന്നായിട്ട് ഗ്രഹിച്ചറിയാൻ കഴിയും. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിവുകൾ ഒന്നും തന്നെയില്ല. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നൊരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യം. അവൻ വളരെ ദൂരത്ത് നിന്ന് യേശുവിനെ കണ്ടു, പെട്ടെന്ന് അവനെ തിരിച്ചറിഞ്ഞു, ഓടി വന്ന് അവനെ നമസ്കരിച്ചു. ആരാണെന്നറിയാമോ? ഗദരദേശത്ത് കല്ലറകളിൽ പാർത്തിരുന്നതായ അനേക ഭൂതങ്ങൾ ബാധിച്ചതായ ഒരു മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. ഈ മനുഷ്യന്റെ മേലിൽ ഒരുപാട് ഭൂതങ്ങൾ, ആയിരക്കണക്കിന് ഭൂതാത്മാക്കൾ അവനെ ബാധിച്ചിരുന്നു. ദേശക്കാർക്കെല്ലാം അവനെ കൊണ്ട് വളരെ ഉപദ്രവം. അവരങ്ങ് ബുദ്ധിമുട്ടി. അവിടെയെല്ലാം വലിയ പ്രയാസം. ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കിയിരുന്നെങ്കിലെന്ന്, അല്ലെങ്കിൽ ഇവൻ എങ്ങനെയെങ്കിലും അവസാനിച്ചിരുന്നെങ്കിലെന്ന് ആ ദേശക്കാർ വളരെയധികം ആഗ്രഹിച്ചു. ഒരുത്തരാലും അവനെ ഒടുക്കുവാൻ കഴിയില്ല. അവനെ അടക്കുവാൻ കഴിയുകയില്ല. അവൻ്റെ ശരീരം അവൻ തന്നെ ചതയ്ക്കും. കൈകാലുകൾ കല്ലുകൊണ്ട് അവൻ തന്നെ ചതയ്ക്കുന്ന രക്തമൊഴുകി ആ ദേശത്തൂടെ നടക്കും. അവനെ ചങ്ങലയിട്ട് ബന്ധിച്ചാൽ ആ ചങ്ങല അവനിലുള്ളതായ ഭൂതാത്മാവിൻ്റെ ശക്തി കൊണ്ട് ഏത് ചങ്ങലയും പൊട്ടിച്ചുകൊണ്ട് അനേകർക്ക് ഉപദ്രവം ചെയ്യുന്നതായ ഒരു വലിയ ഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ. അങ്ങനെയുള്ള ഒരു ദേശമായിരുന്നു ഗദരദേശം. ആ ഗദരദേശത്ത് പോകുവാൻ കർത്താവിനൊരു നിയോഗമുണ്ടായി. വെറുതെ പോയതല്ല, ചുമ്മാതങ്ങ് ഒരു നേരം പോക്കിന് വേണ്ടി പോയതല്ല. അവിടെ ഇങ്ങനെ ഒരു ഭൂതം ഉണ്ട് എന്ന് കർത്താവ് തിരിച്ചറിഞ്ഞതിനാൽ ആരോടും മുന്നറിയിപ്പ് കൊടുക്കാതെ ആ ദ്വീപിൽ പടകിൽ ചെന്നിറങ്ങിയ ഉടനെ തന്നെ വളരെ ദൂരത്ത് നിന്ന്
ഈ അശുദ്ധാത്മാവ് അത് യേശുവാണെന്ന് കണ്ടുപിടിച്ചു. യേശു എന്ന് മാത്രമല്ല, യേശുവിൻ്റെ പേരോടുകൂടി അവൻ വിളിക്കുകയാണ്, യേശുവേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര. ഇത്രയും അറിവുകളൊന്നും തൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് പോലും ഉണ്ടായിരുന്നില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അത്ര കണ്ട് തിരിച്ചറിയില്ല. ദൈവത്തെ പലപ്പോഴും നമ്മൾ കണ്ടപ്പോൾ, അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ അടുത്ത് അവരുടെ രക്ഷയ്ക്കായി കടന്നു വന്നതായ കർത്താവിനെ കണ്ടുകൊണ്ട് ശിഷ്യന്മാർക്ക് പലപ്പോഴും അവനെ ഒരു ഭൂതമെന്നാണ് അവർക്ക് തോന്നിയത്. പലപ്പോഴും യേശു തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടരുത്, ഞാൻ ഭൂതമല്ല, നിങ്ങളുടെ ഗുരുവാണ്, ഞാൻ യേശുവാണ്, ഞാൻ നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി വന്നതാണ്, നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്, എനിക്ക് നിങ്ങളെ കാണണം, നിങ്ങളോട് സംസാരിക്കണമെന്നൊക്കെ യേശു പറഞ്ഞിട്ടും അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശുവിൻ്റെ സാന്നിധ്യം വളരെ ദൂരത്ത് നിന്ന് തിരിച്ചറിയുന്നു ഭൂതങ്ങൾ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നത് വളരെ ചെറിയ അളവിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ആവസിക്കുമ്പോൾ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കും. അതുകൊണ്ടാണ് തിരുവചനത്തിൽ, എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നത്, അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്. അപ്പോൾ ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോൾ ദൈവത്തെയും ദൂതന്മാരെയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും സ്വർഗാദി സ്വർഗത്തിലും ഉള്ളതായ കാഴ്ച നമുക്ക് ലഭിക്കുന്നു. ആ യാത്രയ്ക്കും ആ സ്വർഗത്തിലേക്കുള്ള യാത്രയ്ക്ക് തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ പ്രതിസന്ധികളെക്കുറിച്ച് ഒരു ജ്ഞാനമുണ്ടാകും. അങ്ങനെ ജ്ഞാനം നിങ്ങൾക്കുണ്ടാകുന്നില്ലേ എങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗിതം നിങ്ങളുടെ ജീവിതത്തിൽ അത്ര കണ്ട് പ്രായോഗികമാകുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കത് സാധിക്കും, നമ്മളെ കൊണ്ടത് സാധിക്കണം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെന്നാണ്. ഇപ്പോൾ നമ്മുടെ കണ്ണിനെ കുരുടാക്കിയിരിക്കുകയാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാവുന്ന കാര്യങ്ങൾക്ക് വളരെ പരിമിതമായ കഴിവുകളേ ഉള്ളൂ. എന്നാൽ ഈ കഴിവുകൾ കർത്താവിൽ നാം ആകുമ്പോൾ, ക്രിസ്തുവിലാകുമ്പോൾ, ഒരു മനുഷ്യൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ആ പുതിയ സൃഷ്ടിയിൽ ഒരുപാട് പുതിയ കഴിവുകൾ വരും. എന്താണെന്നറിയോ? അവർക്ക് ദീർഘദൃഷ്ടി ഉണ്ടാകും. ദൈവത്തെ തിരിച്ചറിയുവാനുള്ളതായ വലിയൊരു കഴിവ് അവർക്ക് കിട്ടും. നോക്കൂ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായപ്പോൾ അവർ പറഞ്ഞത്, അയ്യോ അത് ഭൂതമാണ്. അവൻ്റെ ശബ്ദം ഭൂതത്തിൻ്റെ ശബ്ദം പോലെ അവർക്ക് തോന്നി. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞപ്പോൾ, സമാധാനം എന്നുള്ളൊരു വാക്ക് കേട്ടപ്പോൾ അവർ പണ്ടെവിടെയോ കേട്ടതായ ഒരു ശബ്ദം പോലെ യേശുവിൽ നിന്ന് കേട്ട ശബ്ദത്തെക്കുറിച്ച് അവർക്കൊരു റീകണക്ഷൻ ഉണ്ടായി. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന സമാധാനമാണ് നമ്മെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുമാറാക്കുന്നത്. ഈ സമാധാനം നമ്മളിൽ വസിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മളിൽ ഭയമുണ്ടാക്കും. എന്നാൽ ദൈവം തരുന്ന സമാധാനം ഭയത്തെ മാറ്റുന്നു. ഭയം മാറുമ്പോൾ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നു. പിശാചികൾക്ക് ഭയമില്ല, അതുകൊണ്ടാണ് അവർ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുന്നത്. എന്നാൽ മനുഷ്യൻ ഭയത്തിന് അടിമകളാണ്. അതുകൊണ്ടാണ് ദൈവം ആദ്യം മുതൽ തന്നെ ഇസ്രായേൽ മക്കളോട് മുതൽ അവരോട് പറയുന്നത്, നിങ്ങൾ ഭയപ്പെടരുത്. ഭയം എന്നുള്ളതായ ഒരു വലിയ ഒരു സംഗതി നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നും അകന്നു മാറുമ്പോൾ നമ്മളിൽ സമാധാനം കയറി വരും. പിശാചുക്കളുടെ തന്ത്രം നമ്മെ ഭയപ്പെടുത്തുക എന്നുള്ളതാണ്. അവർ നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ യാത്രയിലും നമ്മുടെ ജീവിതചര്യകളിലും നമ്മുടെ ആത്മീക വിഷയത്തിലും നമ്മുടെ കുടുംബ വിഷയത്തിലും കുഞ്ഞുങ്ങളുടെ വിഷയത്തിലും നമ്മുടെ സംസാര വിഷയത്തിലുമെല്ലാം ഈ പിശാചുക്കൾ വന്ന് പങ്കുചേരും. ഒരിക്കൽ ഇയ്യോബ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ പിശാചുക്കളും അവൻ്റെ അടുത്ത് ചെന്നു. അവനോടൊപ്പം ദൈവസന്നിധിയിൽ നിൽക്കുകയുണ്ടായി. കാരണം ഇയ്യോബ് പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ പിശാചിന്റെ സാന്നിധ്യം അവിടെ ചെന്നു എന്നാണ് തിരുവചനത്തിൽ വായിക്കുന്നത്. ദൈവം പിശാചിനോട് ചോദിച്ചു, സാത്താനോട് ചോദിച്ചു, നീ എവിടെ നിന്നാണ് വരുന്നത്? എന്ത് ചെയ്യാനാണ് വരുന്നത്? ആ പിശാച് കൊടുക്കുന്നതായ മറുപടി, ഇല്ലെങ്കിൽ സാത്താന്റെ മറുപടി, ഞാൻ ഭൂതലത്തിലെങ്ങും ചുറ്റി സഞ്ചരിച്ചും കൊണ്ട് വരികയാണ്. അപ്പോൾ അവിടെ വന്നതിൻ്റെ ഉദ്ദേശം, ഇയ്യോബ് ദൈവസന്നിധിയിൽ പറയുന്ന വാക്കുകൾ എന്താണ്? അവൻ ദൈവത്താൽ വേലികെട്ടപ്പെട്ട് ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്ന മനുഷ്യനാണ്. അവൻ ദൈവത്തോട് സംഭാഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി
അവനെ ഭയപ്പെടുത്തുവാൻ, അവൻ്റെ വേലികളെ പൊളിക്കുന്നത് എങ്ങനെയാണെന്ന് തിരിച്ചറിയുവാനാണ് ഈ പിശാചിൻ്റെ സാന്നിധ്യം അവിടെ ചെന്നതെന്ന് നമുക്ക് വായിക്കാൻ കഴിയും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഭയം അകലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനം കയറി വരും. പിശാചുക്കളെ നോക്കൂ, അവർ യേശുവിൻ എന്ന് വിളിച്ചത് മാത്രമല്ല, അത്യുന്നതനായ മഹോന്നതന്റെ പുത്രനായ യേശു. ഇതൊക്കെ പിശാചിന് നന്നായിട്ടറിയാം. ദൈവത്തിൻ്റെ പുത്രത്വം, അവൻ ആരുടെ പുത്രനെന്നും അവൻ്റെ പിതാമാരെന്നും അവൻ്റെ ശക്തി എത്രയെന്നും അവൻ്റെ ബലം എത്രയെന്നും അവന് നന്നായിട്ടറിയാം. ആ പിശാചിൻ്റെ ഒരേ അപേക്ഷ പെട്ടെന്ന് വന്ന് യേശുവിനെ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥമായി ആരാധനയല്ല, ദൈവത്തിന് കീഴടങ്ങലാണ്. അപ്പോൾ കീഴടങ്ങിയിട്ട് പിശാചിൻ്റെ ആദ്യത്തെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഞങ്ങളെ നാട്ടിൻ പുറങ്ങളിൽ നിന്നും ആട്ടി ഓടിക്കരുത്. അപ്പോൾ അവർ വസിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലം വിജനപ്രദേശമല്ല, മരുഭൂമിയല്ല, കാട്ടിനുള്ളിലല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും വനത്തിനുള്ളിലല്ല, നാട്ടിൻ പുറങ്ങളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന ഭൂതം. എന്തിനാണെന്നറിയാമോ? മനുഷ്യനെ ഭയപ്പെടുത്തുവാൻ. എന്തിനു ഭയപ്പെടുത്തുന്നു? അവർ ദൈവത്തിൽ നിന്ന് അകന്നു മാറണം. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം പോലും മനുഷ്യനിൽ രോമാഞ്ചമുളവാക്കുന്ന, ഭയവിഹുലമാക്കുന്നതായ ഒരന്തരീക്ഷം അവനിൽ സൃഷ്ടിച്ചെങ്കിൽ മാത്രമേ ആ ഭയത്തിനടിമകളാക്കി അവരെ എപ്പോഴും വയ്ക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് പിശാചിനറിയാം. എന്നാൽ ദൈവം നമ്മളിൽ തരുവാൻ ആഗ്രഹിക്കുന്നതായ കാര്യം ഭയത്തിൽ നിന്നുള്ളതായ വിടുതൽ. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ ഭയപ്പെടരുതെന്ന വാക്കിന്, ആ വാക്തത്വത്തിന് അല്ലെങ്കിൽ ആ കൽപ്പനയ്ക്ക് നമ്മളിൽ സ്വാധീനം ചെലുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിൽ നിന്നും ഭയം മാറുമ്പോൾ, നമ്മളിൽ നിന്നും ഭയവിഹുലമായ സാഹചര്യങ്ങളെക്കുറിച്ച് ഒരു ചിന്ത നമ്മളിൽ മാറുമ്പോൾ ഉടയവന്റെ സാന്നിധ്യത്തെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മൾ ഭൂതത്തെക്കാൾ കൂടുതൽ വേഗത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ നമ്മൾ യോഗ്യരായിത്തീരണം, കഴിവുള്ളവരായിത്തീരണം. അപ്പോൾ മാത്രമേ അവനോട് എതിർത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അവനോട് എതിർത്ത് നിൽക്കുമ്പോൾ, ശത്രുവിനോട് എതിർത്ത് നിൽക്കുമ്പോൾ, പിശാചിനോട് എതിർത്ത് നിൽക്കുമ്പോൾ അവനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അവൻ ഓടിപ്പോകുമ്പോൾ ദൈവം നമ്മോട് അടുത്തു വരും, ദൈവത്തിന്റെ സാന്നിധ്യം അടുത്തു വരും. ഭയപ്പെടുന്ന മനുഷ്യനോടുകൂടെ ദൈവത്തിന് നിൽക്കാൻ കഴിയില്ല. ഭയമില്ലാതെ ജീവിതത്തിൽ നാം പ്രാക്ടീസ് ചെയ്യണം. ഒരു നിമിഷം കൊണ്ടും ഒരു ദിവസം കൊണ്ടും നമുക്ക് കൈവരിക്കാവുന്നതായ ഒരു കൈമുതൽ ഒരു വലിയ ഒരു അനുഭവമല്ല ഈ ഭയമില്ലായ്മ. ഏതൊരു മനുഷ്യനും ഭയത്തിന് അടിമകളാണെങ്കിലും നമ്മളിൽ നിന്ന് അല്പാൽപമായി ഭയം മാറുവാൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മളിലും നമ്മുടെ ഭവനത്തിലും നമ്മുടെ കുഞ്ഞുങ്ങളിലും ആവസിക്കപ്പെടുമ്പോൾ ആ ഭയത്തിൽ നിന്നുള്ളതായ വിടുതൽ നമ്മളെ അല്പാൽപമായി നമ്മളിലേക്ക് സ്വാധീനിക്കപ്പെടും. ഭയത്തിന് നമ്മളിൽ സ്ഥാനമില്ലാതായി മാറും. നാം ദൈവത്തിന് വിശ്വാസികളാകും. ദൈവത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഒരു ബോധമുള്ളവരായി തീരും. അവനോട് അടുത്തു വരുവാൻ, ദൈവത്തോട് അടുത്തു വരുവാൻ നമുക്ക് വലിയൊരു ചിന്തയുണ്ടാകുമ്പോൾ, ആഗ്രഹമുണ്ടാകുമ്പോൾ, ആഗ്രഹം നമ്മളിലുള്ളതായ ഭയത്തെ ഓരോ ദിവസം തോറും ശാസിച്ച് അതിനെ മാറ്റി നിർത്തും. അങ്ങനെ നാം ജയശാലികളായി മാറും. മനുഷ്യനിൽ വലിയൊരു ധൈര്യം അപ്പോൾ ഉണ്ടാകും. അവന് മനുഷ്യനോട് അല്ലെങ്കിൽ ദൈവത്തോട് സംസാരിക്കാനുള്ള ഒരു ദൃഢനിശ്ചയം, അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് ദൈവത്തോട് അവന്റെ കുറവുകളെ ഏറ്റുപറയുവാനുള്ളതായ വലിയൊരു ധൈര്യം, ഒരാഗ്രഹവും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെയുള്ളവരെ സ്വർഗം സ്നേഹിക്കുന്നു. ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യനെ കുറിച്ച് ദൈവത്തിന് വളരെ ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള മനുഷ്യനെ സ്നേഹിക്കുവാൻ ദൈവം ഇതാ നമ്മോടൊപ്പമുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ വചനങ്ങളും മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കഷ്ടസമയങ്ങളിൽ ഭൂതത്തെ കാണുന്ന പോലെയല്ല കർത്താവിനെ കാണുന്നത്. ദൈവത്തിന്റെ സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യത്തെ യാഥാർത്ഥ്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ പ്രഭാതത്തിലെ വചനങ്ങൾ നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.